ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ടെർബോ 49. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു മാരുതി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ഷോർട്സ് കണ്ടവർക്കറിയാം. ഞാനാണെങ്കിൽ ഒക്ടോബറിലായിരുന്നു ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എടുത്തതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു വണ്ടിപ്പിരാന്തനായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കുറച്ചൊന്ന് ഓൾട്രേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തൊരു വണ്ടിയാണിത്. തന്നെയല്ല നമ്മളിവിടെ ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ്. അത്യാവശ്യം നല്ല സിറ്റിയും കാര്യങ്ങളും നല്ല തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഈസിയായിട്ട് നമുക്ക് സിറ്റി ഏരിയയിൽ അതുപോലെ തന്നെ ചെറിയ ഇടവഴികളും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടി ആയതുകൊണ്ടും പിന്നെ പോരാതെ എനിക്ക് മാരുതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. മാരുതിക്ക് അത്യാവശ്യം ഒരു ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയും കൂടാണ്. അതിപ്പോൾ നമുക്ക് നാട്ടിലുള്ള ക്ലബ്ബുകൾ എന്താ പറയുക, നാട്ടിൽ ഇഷ്ടംപോലെ ഇപ്പോൾ വിൻറ്റേജ് വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെയും കാര്യങ്ങളിലും ചെറിയൊരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. അപ്പോൾ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള ചെറിയൊരു കോസ്റ്റിനെ പറ്റി. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് രീതിയിൽ ഈ ഒരു വണ്ടി ഇത്രയാക്കിയതിൻ്റെ ഒരു കോസ്റ്റിനെ കുറിച്ച് കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ടൈപ്പ് 3 കിട്ടിയ വണ്ടിയായിരുന്നു എനിക്കിത്. അപ്പോൾ ഞാൻ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2005 മോഡൽ കാർബറേറ്റർ എഞ്ചിൻ വരുന്ന മാരുതി 800. എടുത്ത സമയത്ത് ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എടുത്ത അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഇപ്പോൾ കാണുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനുള്ള കോസ്റ്റുകളും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ 2 പേര് ബാക്കിൽ കൂടെ പോയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വണ്ടിയെ ഫുള്ള് നോക്കിക്കൊണ്ട് പോയത്. അവരും ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് നമുക്കൊരു മാരുതി ഇവിടെ ഇങ്ങനെ എടുത്താലോ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഫ്രണ്ട് ഭാഗം ഫുള്ള് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഹെഡ് ലാമ്പും ഗ്രില്ലും മാറിയപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചേഞ്ച് എന്ന് വരുമ്പോൾ നമുക്ക് പഴയ മോഡൽ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിരുന്നു. അതായത് നമുക്ക് ഗ്ലാസ് ആയിട്ടുള്ള ഈ ഒരു പാർട്ട് 2 പാർട്ടായിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിരുന്നു നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ ചേഞ്ച് ആക്കിയിട്ട് ഈ ഒരു രീതിയിലുള്ള ലാസ്റ്റ് വന്ന മോഡൽ മാരുതിയുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ലാമ്പിന് 2 എണ്ണത്തിന് ഏകദേശം 550 വെച്ചാണ് പെർ പീസിന് എനിക്ക് റേറ്റ് വന്നിട്ടുള്ളത്. 550 ഏകദേശം 1100 രൂപയാണ് ഈ 2 ഹെഡ് ലാമ്പ് യൂണിറ്റ് മാത്രം എനിക്ക് വന്നിട്ടുള്ളത്. ബമ്പറിലേക്ക് വരുമ്പോൾ ബമ്പർ നേരത്തെ ബമ്പർ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ള ബമ്പറായിരുന്നു പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു ബമ്പർ ഞാൻ പെയിൻറ്റ് അടിക്കുന്നതിന് പകരം ഞാൻ ബമ്പർ തന്നെ പുതിയ ഒരെണ്ണം മേടിച്ച് വെച്ചു. ഏകദേശം 970 രൂപയാണ് എനിക്ക് ഈ ഒരു ബമ്പറിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. ബാക്കി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റോക്കായിട്ടാണ് വെച്ചുള്ളത്. ഇനി ഇത് നമുക്ക് ചേഞ്ച് ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു മറ്റേ LED ഉള്ള ടൈപ്പ് ഇൻഡിക്കേറ്റർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് നമുക്ക് LED ഒരു ചെറിയ ഫോഗ് ലൈറ്റിൻ്റെ കൂട്ടത്തെ ഒരു ലൈറ്റും കിട്ടും. അതുപോലെ തന്നെ അതിനുള്ളിൽ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നത് ആ സാധനം നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 300-400 രൂപയ്ക്കുള്ളിലാണ് ഈ ഒരു ഗ്രില്ല് എനിക്ക് കിട്ടിയത്. അതായത് പഴയ മാരുതിയുടെ ഗ്രില്ലെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പഴയ എന്ന് പറഞ്ഞ ഒരു മാരുതിയുടെ ലോഗമാണ്. ഇപ്പോൾ നമുക്ക് സുസുക്കിയുടെ ലോഗോയും കാര്യങ്ങളും ഈ ഒരു ഗ്രില്ലിൽ കിട്ടുന്നുണ്ട്. ഹുഡ്ഷെല്ലിന് മുകളിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഡെൻറ്റുകളും കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നല്ല രീതിയിലുള്ളൊരു പെയിൻറ്റ് ഇതുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെയിൻറ്റ് ക്വാളിറ്റി എനിക്ക് വണ്ടിയിൽ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ മിററുകളും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റോക്കാണ്, നമ്മളൊന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് നേരെ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റെയിൻ വൈസർ, അതുപോലെ തന്നെ ഈ ഒരു ഡോർ ബീഡിങ്ങും കാര്യങ്ങളും. ഈ ഒരു ഡോറിന് മുകളിലുള്ള ക്രോമിയം എലമെൻ്റൊക്കെ തന്നെ വണ്ടി എടുത്തപ്പോൾ തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സൈഡ് ബീഡിംഗ് ഒക്കെ പുതിയതാണ് വെച്ചിട്ടുള്ളത്. പഴയത് ഈ ഒരു രീതിയിലായിരുന്നു വരുന്നത്. ഇത് നമുക്ക് കിട്ടിയില്ല, പക്ഷെ നമുക്ക് ഈ ഒരു സാധനം കിട്ടി. അപ്പോൾ നമ്മൾ ഈ 4 ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബീഡിങ് കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലാസും കാര്യമുള്ള ഇത് ഷേക്കിംഗ് എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. അല്ലാതെ നല്ലൊരു ഭംഗിയാണത് കാണാനും. പിന്നെ അത്യാവശ്യം ഈ സൈഡ് ലൈനൊക്കെ തന്നെ കണ്ടറിയാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതി നല്ലൊരു കണ്ടീഷനാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയതായിട്ടുള്ള ഡെൻറ്റുകളും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നിരുന്നാലും ഞാനിത് ഫുള്ളൊരു റീപെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് മിററുകളും കാര്യങ്ങളും നമുക്ക് സ്റ്റോക്കിൽ തന്നെ കിട്ടിയതായിരുന്നു, നമ്മൾ ഒന്നും തന്നെ പുതിയത് വെച്ചാല. പിന്നെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഐറ്റമാണ് ഇത് ഈ ഒരു റൂഫ് ലൈനിങ്. അതായത് നമ്മളിത് കുറേ എടുത്ത് തിരക്കി നമുക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ജലന്ധറിൽ പോയിട്ട് കുറച്ച് ഷോപ്പ് തപ്പി നടന്നിട്ടാണ് ഈ ഒരു സാധനം കിട്ടിയത്. അത് നമ്മൾ നേരത്തെ മോഡലിൻ്റെ എടുത്ത സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടാലും ഒരു വൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സാധനം മെയിൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ റേറ്റ് ഞാൻ ജലന്ധറിൽ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു വർഷോപ്പിൽ കൊണ്ട് ഞാൻ അന്നേരം തന്നെ ഈ ഒരു സാധനം ചേഞ്ച് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ കൊണ്ടുപോയ ആളും അന്നേരം അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ ഒരു ഐറ്റം ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു മാരുതി അവിടെ കൊണ്ടുവരുന്നത്. പുള്ളി പണ്ട് സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ റൂഫ് ലൈനിന്. മുന്നിലെ 2 ലോക്കും അതുപോലെ തന്നെ പിന്നിലെ 2 ലോക്കും ഇതിന് കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ അന്ന് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ ആ ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളിങ്ങനെ ഈ ഒരു ഐറ്റം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം ഇതങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമല്ല, അതുകൊണ്ട് തന്നെ ഇത് മിക്ക കടക്കാരും അങ്ങനെ വെക്കാറുമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ പുതിയത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. റൂഫിലെ കാര്യങ്ങൾ ചെറിയ രീതിയിലുള്ള ഡെൻറ്റുകളും കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ നൂത്ത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ 4800 എന്നുള്ളൊരു ഇതൊക്കെ കാണാം.
ഡ്രൈവർ സൈഡും അതിൽ കോ ഡ്രൈവർ സൈഡും കാര്യങ്ങളും കീ സ്ലോട്ടും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ നേരെ ടയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു 12 ഇഞ്ച് ടയറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 145/70 R12 ഇഞ്ചിൻ്റെ ഒരു ടയർ സൈസാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ടയറും കാര്യങ്ങളും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സസ്പെൻഷനും കാര്യങ്ങളും താഴെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വരുന്ന സസ്പെൻഷൻ കുറച്ച് റേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുള്ളിൽ. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്ത് ടോട്ടലി പുതിയ സസ്പെൻഷനാണ് ഫ്രണ്ടിലും ബാക്കിലും ആഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ റിംസ് ആയിരുന്നു, സിൽവർ കളറിൽ. ഞാനത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഇതിനുള്ളിലുള്ള ഈ ഒരു ടോർഷൻ ബീമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കോയിൽ സ്പ്രിങ്ങിനുള്ളിൽ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പുതിയതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സൈഡ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റോക്കാണ്. ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് മറ്റേ ആഫ്റ്റർ മാർക്കറ്റ് ഇൻഡിക്കേറ്ററൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഇനി ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് നേരെ ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽ വരുന്ന ടെയിൽ ലാമ്പ് വേറെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു രീതിയിലുള്ള ടെയിൽ ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലോക്ക് സെറ്റൊക്കെ തന്നെ പുതിയതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഉള്ളിൽ ചെന്നിട്ട് പറയാം. ഈ ഒരു മാരുതിയുടെ ലോഗോയും ഞാൻ പുതിയത് മേടിച്ച് വെച്ചാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി എന്നുള്ള ലോഗോ ഈ സൈഡിലും അതുപോലെ തന്നെ 800 എന്ന ലോഗോ ഈ സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നിലെ ബമ്പറിൽ കാര്യമായ സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് റീസ്റ്റോർ ചെയ്തെടുക്കുമായിരുന്നു. നമ്മൾ നോർമലി പെയിൻറ്റ് ചെയ്ത് ഈ സൈഡിൽ ചെറിയൊരു സ്ക്രാച്ചുകളും കാര്യങ്ങളും നമ്മൾ പുട്ടിയിട്ട് ലെവൽ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് തന്നെ എടുക്കുമായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നിലായിട്ട് വലിയ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു ലിഡ് കുറച്ച് തെളി നിൽക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് ലെവൽ ചെയ്ത് ഏകദേശം അതേ ലൈനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ലോക്ക് സെറ്റൊക്കെ തന്നെ പുതിയതാണ്. ഇതിനുള്ളിൽ അതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. ഈ ലോക്ക് സെറ്റൊക്കെ ഞാൻ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്ക് സെറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ലോക്ക് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വരുന്ന കീ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ലോക്ക് സെറ്റ് ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വാഹനത്തിലെ കീ വരുന്നത് ഓൾഡ് കീ മറ്റേ ഇങ്ങനെ റൗണ്ടായിട്ടുള്ള ടൈപ്പ് ഒരു പഴയതരം കീ ആയിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ ലോക്ക് സെറ്റ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. അതായത് നമുക്ക് ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, അതുപോലെ തന്നെ ഇഗ്നിഷൻ്റെ ആ ഒരു അവിടുത്തെ കീ സ്ലോട്ടും, അതുപോലെ തന്നെ ഫ്യൂൽ ലിഡിൻ്റെ കീ സ്ലോട്ടും, ടെയിൽ ഗേറ്റിൻ്റെ ഈ ഒരു സ്ലോട്ടും ഫുള്ള് ഇപ്പോൾ ഒറ്റ ചാവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ ടെയിൽ ഗേറ്റ് നമുക്ക് വേറെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹൈഡ്രോളിക് സ്ട്രട്ടൊക്കെ തന്നെ നമുക്ക് ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയതായിരുന്നു. അതായത് ഇത് പുതിയതാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് മുമ്പുള്ള ഓണർ ഇത് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമുക്ക് തന്നത്. അവിടെ നമുക്ക് ഇതിൽ വലിയ ഇത് വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള സ്ട്രട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ പാഡിങ് കൊടുത്തിട്ടുള്ളത് കാണാം. ഇത് നമ്മൾ കാര്യം ചേഞ്ച് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ഉള്ളിൽ വരുമ്പോൾ ജസ്റ്റ് 2 ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ബോഡി കവറാണ് വരുന്നത്. അതിന് താഴെ നോർമൽ മാറ്റാണ് വരുന്നത്. നമ്മുടെ സ്പെയർ വീല് ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത് കാണാം. ഇത് അത്യാവശ്യം ഇത് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടയറായിരുന്നു. അപ്പം ഇത് ഏകദേശം തീരാറായൊരു ടയറാണ്. ഞാൻ ജസ്റ്റ് ഇത് സ്പെയർ വീലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ബാക്കി 4 ടയറും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ ലോക്കുകളും കാര്യങ്ങളും ഉണ്ട്. അവിടെ തന്നെ നമുക്കിത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലോക്കാണ്. നമ്മൾ നോർമൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ കൂട്ട് തന്നെ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിലാണിത് ലോക്ക് ആവുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു പാർക്കിനുള്ളിലായിട്ടാണ്. ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നടക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പം മിക്കവരും വരുന്നവരെല്ലാം തന്നെ വണ്ടി നോക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നല്ല കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടി കിടക്കുന്നത്. വണ്ടി കണ്ട് ആരായാലും ഒന്ന് നോക്കും. അതായത് പ്രത്യേകിച്ച് ഈ മാരുതി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണൊന്ന് ജസ്റ്റ് വണ്ടിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാം. അത് നല്ല ഹെവി ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി വണ്ടിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ബോണറ്റ് ആയാലും സൈഡ് ഫെൻഡറുകളായാലും തന്നെ നമ്മൾ ഇപ്പോഴത്തെ വണ്ടിയോട് കൂട്ട് ജസ്റ്റ് തൊടുമ്പോഴേ ഉള്ളിലേക്ക് പോകുന്നില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോഡിയാണ് മാരുതിയിൽ കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് വരുമ്പോൾ അറിയാം ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഞാനിതിൽ സ്റ്റോക്ക് സ്റ്റിയറിംഗ് വീലായിരുന്നു വരുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു മോമോയുടെ സ്റ്റിയറിംഗ് വീൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് വീൽ എനിക്ക് ഏകദേശം 1900 രൂപയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എനിക്ക് ചിലവായിട്ടുള്ളത്. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ഈ സെയിം വേരിയൻ്റ് ഇത് സെയിം പീസ് തന്നെ നമുക്ക് ഏകദേശം 2000-2400 രൂപയാണ്. ഇത് ഞാൻ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടിയുടെ മാർക്കറ്റുകളും കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ ഏത് പാർട്സ് വേണം അങ്ങനെ കിട്ടും, ഈസി ആയിട്ട് അവൈലബിൾ ആവും. പിന്നെ കിട്ടാതെ ചില പാർട്സ് ഉണ്ട്. അതായത് ഇത് ഈ സൈഡിലെ മാറ്റുണ്ടോ, ഈ മാറ്റുകളും കാര്യങ്ങളും ഞാൻ ബൂഡ്മേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ നമ്മളത് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പീസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് എടുത്ത് ഇറക്കി നമുക്ക് ഈ ഒരു പീസ് കിട്ടത്തില്ല. അത് ഈ ഒരു പീസ് കണ്ടാൽ അറിയാം ഒരു
പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പോലത്തെ പീസാണ്. ഈ ഒരു സൈഡിൽ നിന്ന് നേരെ ബാക്കിലെല്ലാം പോകുന്നുണ്ട്. ഡോർ പാഡും കാര്യങ്ങളും സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്, നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി നമ്മളിതെല്ലാം നമ്മൾ സീറ്റിങ്ങിൻ്റെ കുറച്ചുകൂടി നമുക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മളെടുത്തപ്പോൾ തന്നെ കിട്ടിയതായിരുന്നു. നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മളിത് കുറച്ചുകൂടെ തൈ സപ്പോർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡോർ പാഡും ഫുള്ളി ഞാനതിൽ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ വരുന്നത്. ഈ ഒരു ഭാഗത്തായാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വരുന്നത്. വെയിലടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അതിന് തൊട്ട് താഴെ എഞ്ചിൻ ടെമ്പറേച്ചർ കാണാൻ സാധിക്കും. അതിൽ സ്പീഡോ മീറ്ററും ഈ ഒരു ഭാഗത്തെ ചെറിയ വാർണിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കാണാം. നമുക്ക് ജസ്റ്റ് കീ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരിലാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. നോർമൽ ഒരു ഗ്രീൻ കളറിലുള്ള ബാക്ക് ലൈറ്റാണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 78,679 കിലോമീറ്റർ ഇപ്പോൾ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. എൻ്റെ കിട്ടിയപ്പോൾ 70,000 കിലോമീറ്ററിലായിരുന്നു എനിക്കിത് കിട്ടിയത്. എന്നിരുന്നാലും നല്ലൊരു കണ്ടീഷൻ ടൈമിലാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുള്ളത്. ഞാൻ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കാണിച്ചപ്പോഴായാലും മെക്കാനിക്കും നമ്മളോട് ഫുള്ള് പറഞ്ഞു എഞ്ചിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയും കൂടെയാണിത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് AC അവൈലബിൾ അല്ല, നോർമൽ ഫാനാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വെൻസ് ഈ ഒരു ഭാഗത്തേക്ക് കാണാം. ഈ സൈഡിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാം. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ലിവർ വരുന്നത്. ഈ ഒരു ഭാഗം പ്ലെയിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് പെഡൽസ് കാണാം. നമുക്ക് ഈ ഒരു കൺസോളിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഫാനിൻ്റെ കൺട്രോൾസൊക്കെ തന്നെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്. എന്നാലും നല്ല രീതിയിലുള്ളൊരു കാറ്റ് വണ്ടി കിട്ടുന്നുണ്ട്. AC നമുക്ക് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. ACയുടെ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ AC ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇത് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മൂഡും കാര്യങ്ങളും ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് തന്നെ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോറേജ് ഏരിയയാണ്. ഞാൻ ആ ഒരു പെർഫ്യൂമിൻ്റെ ഇത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആവത്തില്ല. ഇപ്പം മുകളിൽ നമ്മൾ കുറച്ച് ഐഡിൽസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം വണ്ടി പ്രാന്തുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് തന്നത്. അപ്പോൾ അന്നേരം തന്നെ ഞാനിതിനകത്ത് കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്തു. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് ഗ്രാഫിക്സ്, അതായത് നമുക്കുള്ള സ്റ്റിക്കർ ഞാൻ ഇവിടുന്ന് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് പീസ് കൂടി അത് ഞാൻ ഇങ്ങനത്തെ കുറച്ച് റോളായിട്ടാണ് മേടിച്ചുകൊണ്ട് വന്നത്. അതിന് ഇത്രയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റോളും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായും അതുപോലെ ഈ ഒരു ആസ്ട്രയുടെ ഭാഗത്തായും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു AC വെൻസിന് ഞാൻ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റിക്കറായിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഇതുപോലെ മാറ്റ് ബ്ലാക്ക് സ്റ്റിക്കറും അതുപോലെ തന്നെ കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് കാർബൺ ഫൈബറിൻ്റെ സ്റ്റിക്കർ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ തന്നെ ഇതങ്ങനെ പുറത്ത് കൊടുക്കാറില്ല. കാരണം ഈ സ്റ്റിക്കറിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഒരു മാറ്റ് നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഈ സെൻറ്റർ വെച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ ഈ ഒരു മുകളിലേക്ക് കാണാം. ഫോണും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വെക്കാൻ വരുന്നുണ്ട്. സൈഡിലെ AC വെൻറ്റ് വരത്തില്ല. ആ ഒരു ഏരിയ കാലിയാണ്. അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു റിമോട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ലോക്ക് ചെയ്യാവുന്ന ഗ്ലൗ ബോക്സ് ഒന്നുമല്ല, ജസ്റ്റ് ഓണർമാനിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ അതിനുള്ളിൽ വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വരുമ്പോൾ നേരെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ടാകും. അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പുതിയൊരു മ്യൂസിക് സിസ്റ്റം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് താഴെയാണ് ഈ ഒരു ആസ്ട്രയുടെ ഇത് വരുന്നത്. അതിന് മുകളിൽ ഞാനൊരു ചെറിയ റാപ്പ് കൊടുത്തിട്ടുണ്ട്. ആസ്ട്രയ്ക്ക് തൊട്ട് ഇപ്പുറത്തായി നമുക്കൊരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചാർജർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇത് വരുന്നുണ്ട്, ചോക്കിൻ്റെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. വണ്ടി കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് ചോക്ക് വലിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഇപ്പോഴത്തെ വണ്ടികളൊന്നും കാണാൻ പറ്റാത്തൊരു സാധനമാണ്. അവിടെ നിന്ന് തൊട്ട് താഴേക്ക് വരുമ്പോൾ ഈ ഒരു കൺസോൾ ഞാൻ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു കൺസോളിൻ്റെ പ്രൈസ് ഞാൻ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഞാൻ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്, താഴെ ചെയ്തിട്ടില്ല. പിന്നെ ഈ താഴേക്ക് വരുമ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഇതിനൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇന്നത്തെ പോലത്തെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും നല്ലതുകൊണ്ട് കപ്പ് ഹോൾഡർ, അത് നമ്മൾ ഗിയർ ഇടുമ്പോഴായാലും അത്യാവശ്യം അത് തട്ടാത്ത രീതിയിലാണ് ഒരു കപ്പ് ഹോൾഡറിൻ്റെ പൊസിഷൻ വരുന്നത്. 2 കപ്പ് ഹോൾഡർ കാണാം. അത് നമുക്ക് ആവശ്യമുള്ള സമയം ക്ലോസ് ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഈ ഒരു സ്റ്റോറേജ് ഏരിയയിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്കാണ് ചെറിയ കട്ടിങ്ങുകൾ. അതായത് അന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റീരിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാസറ്റ് ഇടുന്നായിരുന്നു. അപ്പോൾ ആ കാസറ്റ് വെക്കാനുള്ളൊരു
ചെറിയ സ്റ്റോറേജ് ഏരിയ ആണ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ അടിക്കടി കാസറ്റുകൾ വെക്കാവുന്ന രീതിയിലുള്ളൊരു സ്റ്റോറേജ് ഏരിയ ആണ് ഈ വരുന്നത്. പലർക്കും അറിയില്ലായിരിക്കും, എന്നാലും അറിയാവുന്ന കുറേ പേരും ഉണ്ട്. അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അവിടെ നേരെ പിന്നിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. നമ്മുടെ ഓൾഡ് ഗിയർ നോബ് ഞാൻ വണ്ടിക്കുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഇതിലുള്ള ഗിയർ നോബായിരുന്നു ഈ ഒരു വാഹനത്തിൽ വരുന്നത്, സ്റ്റോക്കായിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അതൊന്നും ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഇതിലുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഗിയർ നോബ് ഞാൻ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട് ഈ ഒരു ഗിയർ നോബിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ഗിയറിൻ്റെ ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് കൂടിയെന്നുള്ളൊരു ഇതും ലഭിക്കുന്നുണ്ട് ഗിയർ നോബ് ചേഞ്ച് ചെയ്തപ്പോൾ. അവിടെ നേരെ പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് കാണാം. ഹാൻഡ് ബ്രേക്ക് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ്. ഞാൻ അത്യാവശ്യം ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പം ബ്രേക്കിൻ്റെ കാര്യം നല്ല ടൈറ്റുള്ള ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. സ്റ്റിക്കറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്, റിക്ലൈനും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുകളും കാര്യങ്ങളുമാണ്. അന്നത്തെ കാലത്തെ അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള വണ്ടിയായിരുന്നു. മാരുതിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ തന്നെ നേരെ നമുക്കിനി ബാക്ക് സൈഡിലേക്ക് പോകാം. ഈ ഒരു വാഹനത്തിൽ ഇനി നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ള സെൻട്രൽ ലോക്കിൻ്റെ ഒരു ഇതാണ്. കീ സെറ്റും കാര്യങ്ങളെല്ലാം തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അടുത്ത നമ്മൾ സെൻട്രൽ ലോക്കിംഗ് ആണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നിലെയും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആയിരുന്ന ഗ്ലാസ് ഏരിയ ആണ്. ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. നേരെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിന്നിൽ നിന്നുമുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ട് ഹെഡ് റെസ്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നിലെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. ഹെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ചെറിയൊരു അമ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ഇത് ചാരി കിടന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നിലെ അത്യാവശ്യം 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടിരിക്കാമെങ്കിൽ 2 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാവുന്ന പിൻ സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം വലിയ വണ്ടിയൊന്നുമല്ല, കുറച്ച് പേർക്ക് നല്ല സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാവുന്ന നല്ല ഒരു വണ്ടിയാണ്. അവിടുന്ന് തന്നെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കാണാൻ പറ്റുന്നുണ്ട്. കോട്ട് ഹുക്ക് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് റിയർ പാർസൽ ട്രേ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഇതുവരെ മേടിച്ച് വെച്ചിട്ടില്ല. അത് ഞാൻ ബൂഡ്മോയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർസൽ ട്രേ ഞാൻ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് പാർട്ടിൽ തന്നെ ഇതും ആഡാവും. നമുക്ക് ഈ ഒരു പിന്നിലേക്ക് വരെ ആ ഒരു പ്ലാസ്റ്റിക് പാർട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ തന്നെ ഇതെല്ലാം തന്നെ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ മാറ്റും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളൂ. അതിന് ഫ്ലോറും കാര്യങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തൊട്ടേ ഉള്ളതാണ്. ഇതെല്ലാം നമുക്ക് മാറ്റിയിട്ട് ഇനി ആദ്യം തൊട്ട് ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ മാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ വണ്ടിയിലൊക്കെ വരുന്ന മാറ്റുണ്ടല്ലോ, അതായത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു മാറ്റ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് മാറ്റ് ഞാൻ നോക്കിയാൽ അത് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ബൂഡ്മേൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വന്നു കഴിഞ്ഞിട്ട് ആ മാറ്റും ആഡ് ചെയ്ത് നമുക്ക് ഈ ഫ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ വണ്ടി ഉള്ളിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവും. പോരത്തെ നമ്മളിതിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെ ഇനി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വണ്ടി കുറച്ചുകൂടെ അകത്തുനിന്ന് എന്ത് ചെയ്താൽ ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ ഞാനിത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുക. പിന്നെ ഇതിനുള്ള ഒരു ഫ്രണ്ട് ഡാഷ് ബോർഡ് ഇപ്പോഴത്തെ ലുക്ക് ലഭിക്കുന്നത്. അത് ഗ്രാഫിക്സും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മൂവ്മെൻറ്റ് സ്റ്റിയറിംഗിലും നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി അവിടെ തന്നെ ജസ്റ്റ് എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബോഡി ക്വാളിറ്റി ഉണ്ട് ഈ വണ്ടിക്ക്. ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ്റെ ആ ഒരു ഇത് വരുന്നത്. എൻജിൻ റൂം നമ്മൾ കാര്യമായിട്ട് പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ കിട്ടിയ രീതി തന്നെയാണ് നമ്മളിപ്പോഴും വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മോട്ടറും കാര്യങ്ങളും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ വാഷറിലേക്ക് ഈ ഒരു മോട്ടറും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു എയർ ഫിൽറ്റർ, പെട്രോൾ ഫിൽറ്റർ, അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നമ്മൾ എടുത്തപ്പോൾ തന്നെ പുതിയ ബാറ്ററിയാണ് നമുക്ക് കിട്ടിയത്. അറൗണ്ട് 1 ഇയറോ അത്രയായ ബാറ്ററി ആയിട്ടുള്ള അതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എൻജിൻ റൂമിൻ്റെ ലുക്കും കാര്യങ്ങളും ലഭിക്കുന്നത്. കാർബറേറ്റർ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു 800cc എഞ്ചിനാണ്. അത് നല്ല സൗണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു പെട്രോൾ ഫിൽറ്റർ വരുന്നത്. ഈ ഒരു അടിഭാഗത്തായി നേരെ അവിടെ ഇങ്ങനെ ആഡായി പോയി ആ ഒരു പെട്രോൾ ഫിൽറ്റർ വഴിയാണ് പെട്രോൾ പോകുന്നത്. അപ്പോൾ ആ പെട്രോൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തൊട്ടേ ഉള്ളതാണ്, ഒന്നും തന്നെ ചെയ്തിട്ടുള്ളതല്ല. പിന്നെ ഒരു വണ്ടി ഞാൻ ഹോൺ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് സൗണ്ട് കേൾപ്പിക്കാം. ഈ ഒരു ഇതിലുള്ള ഡബിൾ ഹോൺ ഞാൻ ഈ ഒരു വണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം സ്റ്റാർട്ട് ആകുമ്പോഴുള്ള ഒരു വൈബ്രേഷൻ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൂടുതലേ അറിയാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ ഒരു എൻജിൻ നോട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം കാല് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വലിച്ചു കയറി പോകുന്നൊരു ഫീല് ലഭിക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ ആ ഒരു 800 cc പവറിനുള്ളിലായി നല്ല രീതിയിലുള്ളൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു വണ്ടി എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വണ്ടിയിൽ പവർ സ്റ്റിയറിംഗ് ഇല്ല, അതുപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങളൊന്നും തന്നെ ഫുൾ മാനുവൽ ഒരു വണ്ടി തന്നെയാണ്. എനിക്ക് കൂടുതൽ ഈ ഓട്ടോമാറ്റിക് വണ്ടികളെക്കാളും ഇഷ്ടം എനിക്ക് ഈ മാനുവൽ വണ്ടി ഓടിക്കുന്നത്. അതായത് നമ്മൾ നാട്ടിൽ പോകുമ്പോഴായാലും എൻ്റെ മാമൻ്റെ കയ്യിൽ ഒരു അംബാസഡർ ആണുള്ളത്. അപ്പോൾ അംബാസഡർ ഞാൻ അവിടെ എപ്പോഴും എടുക്കും. അതും ഇതുമായി പറഞ്ഞ പോലെ തന്നെ ഫുൾ മാനുവൽ വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ഇല്ല, പവർ വിൻഡോ ഇല്ല, AC ഇല്ല, ഒന്നുമില്ല. പക്ഷേ ആ ഒരു മാനുവൽ വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലുണ്ട്. അത് നമുക്ക് ആ മാനുവൽ വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു വെച്ചാൽ നമുക്ക് ഈ ഏത് മാനുവൽ വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഏതൊരു വണ്ടി കിട്ടിയാൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന നമ്മൾ കുറച്ച് എഫർട്ടൊക്കെ ഇട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് അതിൽ കുറച്ചൊന്ന് പിടിച്ച് വേണം തിരിക്കാൻ. നമ്മുടെ മറ്റു വണ്ടികളൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് ഒറ്റ കൈ കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓടിക്കാൻ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് കിട്ടുന്നത്. ഔട്ട് സൈഡ് ഇൻറ്റീരിയർ നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് അടിച്ചാണ് ഇറക്കിയിട്ടുള്ളത്. അത് നമുക്ക് നേരത്തെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ കളഞ്ഞ് ഫുള്ള് നല്ല രീതിയിലാണ് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്. കണ്ടതെന്ന് അറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നീറ്റ് കണ്ടീഷനാണ് ഇപ്പം ഈ വണ്ടി ഉള്ളത്. അപ്പോൾ ഇതിൽ ഭാവിയിൽ നമ്മളിത് അടുത്ത മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു അലോയ് വീൽസ് ആയിരിക്കും. പക്ഷേ അലോയ് വീൽസ് ഇല്ലെങ്കിൽ ഇതിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ ആ ബ്ലാക്ക് ആക്കിയപ്പോഴേ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, എനിക്കിങ്ങനെ എപ്പോഴും വണ്ടി ഇങ്ങനെ കണ്ട് എനിക്ക് അതിനോടൊരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടി ഏത് കണ്ടീഷൻ കണ്ടാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാനിതിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിതിൽ ഒരു ബ്ലൂ ഇലുമിനേഷനോട് കൂടിയ പാർക്ക് ബൾബ് ആഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ലൈറ്റ് എൻഹാൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റും ഞാൻ മറ്റേ ഫ്ലാഷർ ലൈറ്റ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതുണ്ടോ, ഈ ഒരുള്ള ബ്രേക്ക് ലൈറ്റ്സാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നൈറ്റ് കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് കാണാൻ പറ്റും. നൈറ്റ് ഷോട്ട് ഉണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വണ്ടി നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു, വണ്ടി ടോട്ടലി ഇപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഫുള്ള് റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിത്. ഈ ലൈറ്റൊക്കെ ഉണ്ടോ, ഞാൻ ആ മാറ്റ് ബ്ലാക്ക് പേപ്പർ വെച്ച് ജസ്റ്റ് ഇതിൻ്റെ ഐലിഡ് പോലെ ചെറിയൊരു ഇത് കൊടുത്താണ്. പക്ഷേ നൈറ്റിലൊക്കെ നല്ല രീതിയിലുള്ള ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യുക വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ഇനി ഇതിൽ മെയിനായിട്ട് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്നുകൂടെ പറയാം, 550 ഹെഡ് ലാമ്പിനായിട്ടുണ്ട്, ഏകദേശം 300-400 ഗ്രില്ലിനായിട്ടുണ്ട്, 970 രൂപ ഈ ഒരു ഫ്രണ്ട് ബമ്പറിന് മാത്രമായിട്ടുണ്ട്. പിന്നെ ഒരു ടയർ രണ്ടും നമ്മൾ മാറിയ ഏകദേശം നമുക്ക് അതായത് നമ്മൾ ഈ കിടക്കുന്ന ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ടയർ നമുക്ക് അത്യാവശ്യം നല്ല ഇത് നമ്മൾ എടുത്ത സമയത്തെ സെയിം ഇത് തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടയറും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നിലെ 2 ടയറാണ് നമ്മളിതിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ട്യൂബ്ലെസ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് രണ്ടും ട്യൂബ്ലെസ് ആയിരുന്നു, ബാക്ക് ട്യൂബ് ഉള്ളതായിരുന്നു കിടന്നത്. അപ്പോൾ അത് നമ്മൾ മാറ്റി ട്യൂബ്ലെസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടയറിന് ഏകദേശം 5200 രൂപയോളം എനിക്ക് ചിലവ് വന്നിട്ടുള്ളത് 2 ടയർ മാറിയതിന്. ഫ്രണ്ട് നല്ല കണ്ടീഷൻ തന്നെയായിരുന്നു. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളതിന് ഏകദേശം 3000-3500 രൂപയോളം എനിക്ക് സസ്പെൻഷന് ചിലവായിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ചേഞ്ച് ചെയ്തതിന്. അവിടുന്ന് തന്നെ നേരെ ഈ ഒരു മുകളിലെ ഈ ഒരു ലൈനിങ്ങിന് ഏകദേശം 400 സംതിങ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ടെയിൽ ലാമ്പിന് ഏകദേശം 520-530 ആ ഒരു റേഞ്ചിൽ ഒരു ടെയിൽ ലാമ്പിന് ആയിട്ടുണ്ട്. 2 ടെയിൽ ലാമ്പും കാൽക്കുലേറ്റ് ചെയ്തോണം. പിന്നെ ബമ്പർ കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഈ ഒരു ലോക്ക് സെറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്തതിന് എനിക്ക് 980 രൂപയോളമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ ഒരു ഫോട്ടോ ജസ്റ്റ് ഈ സൈഡിൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഈ ഒരു ലോക്ക് സെറ്റ് ഡോർ സൈഡ്, അതുപോലെ തന്നെ ഇതിനുള്ളിലെ ലോക്ക് സെറ്റ്, ആ കോ ഡ്രൈവർ സൈഡ്, ഫ്യൂവൽ ലിഡും അതുപോലെ തന്നെ ഇതും ഏകദേശം 5 ലോക്ക് സെറ്റ് ഉണ്ട് അതിൽ ടോട്ടൽ വരുന്നത്. 2 കീ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, പുതിയ കീ. അതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്, അതും കാണിച്ചു തന്നായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു.
ഏകദേശം 1800-1900 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ആ ഒരു ഹോണിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ ഹെല്ലയുടെ ഹോണാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഉള്ളിലെ ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഡാഷ്ബോർഡും കാര്യം പെയിൻറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സ്റ്റിക്കറിങ്ങുകളും കാര്യങ്ങളും, പിന്നെ ജസ്റ്റ് ഈ ഒരു ലാമ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാലജൻ ലൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഈ ബൾബും കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ബൾബ് ഇത്രയും ലൈറ്റിലായിരുന്നു. പിന്നെ വൈസറിലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നോർമൽ വൈസസാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഉള്ളിൽ നിന്നുള്ള ഒരു ലുക്ക് ലഭിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ സീറ്റ് കവർ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അണ്ടർ സപ്പോർട്ടൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ഇതാക്കാനുണ്ട്. അത് നമ്മൾ ലോങ് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് എഫക്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ സപ്പോർട്ട് കുറവായിട്ട് തോന്നുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീറ്റുകൾ കുറച്ചുകൂടെ ഒന്ന് കുഷ്യനി ആക്കണം. പിന്നെ ഈ ഒരു റൂഫൊക്കെ നമ്മൾ ബ്ലാക്ക് ആക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു മാറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ ഈ ഒരു പാർട്ടിൻ്റെയൊക്കെ തന്നെ കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നിലവിൽ ഈ ഒരു വണ്ടി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡ് ബീഡിങ്ങുകളും കാര്യങ്ങളും ഏകദേശം 300 സംതിങ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 350 രൂപയോളമാണ് എനിക്ക് ഈ ഒരു 4 സൈഡിലെ ഈ ഒരു ഡോർ ബീഡിങ്ങിനായത്. പിന്നെ ഈ ഒരു സംഭവം ഏകദേശം 250-300 രൂപയുടെ അടുത്തായിരുന്നു എനിക്കായത് ഈ ഒരു ഡോർ ബീഡിങ്. റെയിൻ വൈസർ ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ ഒരു മോണോഗ്രാമിനൊക്കെ തന്നെ ഏകദേശം 180 രൂപയാണ് ഈ ഒരു 2 മോണോഗ്രാമിനും കൂടെ ചാർജ് ആയിട്ടുള്ളത്. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കയ്യിലൊതുങ്ങുന്ന ഒരു പ്രൈസ് റേഞ്ചിനുള്ളിൽ നമുക്ക് ഓൾട്ടറേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് സിറ്റി യൂസിനൊക്കെ ഏറ്റവും പറ്റിയ വണ്ടി തന്നെയാണ്. ഏത് ഉടുവഴി കൂടെ വേണം നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഇടുക്കുള്ള എത്ര ഇതായിട്ടുള്ള വഴി കൂടെ വേണം ഞാനിത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ്ഫുള്ളായിട്ട് കൊണ്ടു നടക്കാം. എത്ര തിരക്കുള്ള റോഡായാലും സിറ്റി ഏരിയയിൽ പ്രത്യേകിച്ച് മൈലേജിൻ്റെ ഇഷ്യൂ ഇല്ല. നല്ല മൈലേജും അതുപോലെ തന്നെ എഞ്ചിനും കാര്യങ്ങളും കറക്റ്റായിട്ട് ടൈമിൽ സർവീസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുവാണെങ്കിൽ എഞ്ചിനൊക്കെ തന്നെ ടൈമായിട്ട് മാറുവാണെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരത്തില്ല. പിന്നെ ഓടിച്ച് പഠിക്കാനും പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഓടിച്ച് പഠിക്കാനായാലും അത്യാവശ്യം ചെറിയൊരു പ്രൈസ് റേഞ്ച് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടിക്ക് വളരെ കുറവാണ്. നമുക്ക് മറ്റു വണ്ടികളുടെ കൂട്ടാൻ നമുക്ക് എപ്പോഴും ഒരു പാർട്ട് മാറുന്നതിന് 100,000 രൂപ വെച്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ട് ഫുൾ സർവീസ് ഇറക്കിയപ്പോൾ എൻ്റെ 500 സംതിങ് എനിക്കായുള്ളൂ വർക്ക്ഷോപ്പിൽ. അതായത് ഓയിലും കാര്യങ്ങളും ഫിൽറ്ററുകളും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മേടിച്ച് കൊടുത്തായിരുന്നു. ജസ്റ്റ് ഫിറ്റിങ് കാര്യങ്ങളും ഒരു ഓവറോൾ ഒരു ജനറൽ ഒരു സർവീസ് ചെയ്യുന്നതിന് എനിക്ക് ഏകദേശം 550-600 രൂപ ആ ഒരു റേഞ്ചിലാണ് എനിക്കിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുള്ളത്. ഒരു വണ്ടി ഞാൻ കണ്ടറിയാം. ഇപ്പം ഓൾമോസ്റ്റ് ഒരു സ്റ്റോക്ക് കണ്ടീഷൻ പുതിയൊരു കണ്ടീഷൻ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കയ്യിരിക്കുന്നത്. അത്യാവശ്യം പോകുന്നവരും വരുന്നവരും ഒക്കെ വണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആ പുള്ളി പോയപ്പോഴേ നോക്കി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നൊരു വണ്ടി കൂടാണ് ഈ ഒരു മാരുതി 800 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.